തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പരിധിയിൽ വരുന്ന വിവിധ സ്റ്റേഷനുകളിലായി 791 വാഹനങ്ങളാണ് ഉടമസ്ഥാവകാശം ഇല്ലാതെ കെട്ടിക്കിടക്കുന്നത്. ഈ വാഹനങ്ങളാണ് ഇനി ലേലത്തിൽ വയ്ക്കാൻ പോകുന്നത്. അതിനു മുൻപായി തന്നെ ഉടമസ്ഥാവകാശമുള്ളവർക്ക് വിശദമായ രേഖകളുമായി സ്റ്റേഷനിലെത്തി ഒരു തീരുമാനമെടുത്ത് വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള അവസരമുണ്ട്. സെപ്റ്റംബർ 5 വരെയാണ് സമയം നൽകിയിട്ടുള്ളത്. അതിന് പിന്നാലെ ഈ അവകാശികളില്ലാത്ത വാഹനങ്ങളുടെ പട്ടിക പൂർണ്ണമായി തയ്യാറാക്കി ഈ ലേലത്തിന് വയ്ക്കാനുള്ള തീരുമാനമാണ്. ഓൺലൈനായുള്ള ഒരു ലേലത്തിലേക്ക് ഇത് പോകും. MTSCE-ecommerce.com എന്ന സൈറ്റിലൂടെയായിരിക്കും ലേലം വയ്ക്കുന്നത്. ഏകദേശം നിലവിൽ 791 വാഹനങ്ങളാണ് ഉടമസ്ഥാവകാശം ഇല്ലാതെ ഇരിക്കുന്നത്. ഈ വാഹനങ്ങളിൽ തന്നെ 40 എണ്ണം രേഖകളില്ലാത്തതോ അല്ലെങ്കിൽ വ്യാജ നമ്പറോ ആയി വന്ന വാഹനങ്ങളാണ്. ഏതായാലും ഈ വാഹനങ്ങളിലെല്ലാം ഓപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലുള്ള പേരൂർക്കട സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നത്. 77 വാഹനങ്ങളാണ് ഈ സ്റ്റേഷനിലുള്ളത്. മറ്റ് സ്റ്റേഷനുകളിലായി തന്നെ മൊത്തത്തിലാണ് 791 വാഹനങ്ങളുള്ളത്. ഈ വാഹനങ്ങൾ വളരെ ഏറ്റവും കുറഞ്ഞ ചെറിയ വിലയിലാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ലേലത്തിലൂടെ പങ്കെടുക്കുന്നവർക്ക് ഈ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ഏറ്റവും കുറഞ്ഞ തുക മുടക്കിയാൽ മതിയാകുമെന്നുള്ള സാഹചര്യമാണുള്ളത്. ഏതായാലും സെപ്റ്റംബർ 5 ശേഷമാണ് ഇതിനുള്ളൊരു തീരുമാനമുണ്ടായി ഈ വെബ്സൈറ്റിലേക്ക് രേഖകൾ വരുന്നത്. അതിനുശേഷം ഈ വെബ്സൈറ്റിൽ കൂടെ തന്നെ എല്ലാവർക്കും ഈ വാഹനങ്ങൾ ലേലത്തിൽ വാങ്ങാനുള്ള അവസരം കൂടി ഒരുങ്ങുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.